കോഴിക്കോട് കോവൂരിൽ രാത്രി കച്ചവടം അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. 10:30 കടകൾ അടച്ചില്ലെങ്കിൽ നിർബന്ധിച്ച് കടകൾ പൂട്ടിക്കും. പ്രദേശത്ത് ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടെന്ന് കാണിച്ചാണ് നാട്ടുകാരുടെ നീക്കം. കോഴിക്കോട് കോവൂർ ഇരിങ്ങാടൻപള്ളി റോഡിലെ കച്ചവട സ്ഥാപനങ്ങൾ 10 മണിയോടുകൂടി അടക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള ചില തർക്കങ്ങളും അതുപോലെ ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ കച്ചവടക്കാർ തന്നെ 10 മണിയോടുകൂടി അടക്കാമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് വീണ്ടും കച്ചവട സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി പോലീസ് അടക്കമുള്ള ആളുകൾ നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ നിലവിൽ ഈ ദീർഘനേരം, അതായത് പാതിരാത്രി കഴിഞ്ഞും ഈ കച്ചവടം മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ഇത് വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടാക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വീണ്ടും കട അടക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ നാട്ടുകാർ നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ഈ കട ദീർഘനേരം തുറന്ന് പ്രവർത്തിക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? അത് രാത്രി വരെ ഒരു 11 മണിക്ക് ശേഷമാണ് ഇവിടുന്ന് പുറമേ നിന്നുള്ള ആളുകൾ വരിക. മയക്കുമരുന്നിൻ്റെ കൈമാറ്റങ്ങൾ ചെയ്യപ്പെടും. നമുക്കതിന് കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല കയ്യിൽ, പക്ഷെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഇവർ തമ്മിൽ അടി ഉണ്ടാക്കുക. പുറമേ നിന്ന് പല കോളേജുകളിൽ നിന്നും പല ഏരിയയിൽ നിന്നും പല സ്ഥലത്തു നിന്ന് ആളുകൾ വന്നിട്ട് ഒരു 11 മണിക്ക് ശേഷമാണ് ഇവിടെ രാത്രി ഇവരുടെ ഈ കട തുറന്നു വയ്ക്കുന്നത്. ഇവർ 12 മണിക്കൊക്കെ ഇപ്പോൾ അടയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പല സ്ഥലത്തു നിന്ന് ആളുകൾ വന്നതിന് ശേഷം ഇവർ അടി ഉണ്ടാക്കാനുള്ള പ്രവണത. ഇന്നലെ 3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ഞങ്ങൾ രാത്രി ഇറങ്ങി വരുമ്പം 11 മണി 11:30 വടിവാളൊക്കെ വീശിയിട്ടും കത്തി വീശിയിട്ടൊക്കെയാണ് അടി. ഞങ്ങൾ പോലും അറിയാത്ത ആളുകളാണ്. അപ്പം ഞങ്ങളെ കണ്ടപ്പോഴും പോലീസിനെ വിളിച്ചപ്പോഴേക്കും അവർ വന്നപ്പോഴേക്കും ഓടി രക്ഷപ്പെട്ടു. അവർ പലരും പല വീടിൻ്റെ മതിലുകളും ചാടി കടന്ന് വീടുകളിലൊക്കെ ഡോറിലൊക്കെ അടിച്ചിട്ടാണ് അവർ ഓടിയിരിക്കുന്നത്. ഇവിടെ ക്രമസമാധാനമല്ല, ഞങ്ങൾക്ക് സ്വൈര്യമായിട്ട് ഇവിടെ ജീവിക്കാൻ വീണ്ടും പറ്റുന്നില്ല. നേരത്തെ ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിനുശേഷം പോലീസ് ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു 10 മണിയോടുകൂടി അടക്കാം എന്നുള്ള? അല്ല, 10 മണിയല്ല, 10:30 അടയ്ക്കാം. 11 മണിയാകുമ്പോഴേക്കും അവർ ക്ലോസ് ചെയ്യണം, ക്ലീൻ ചെയ്ത് പോകണമെന്നാണ്. 10:30 ആകുമ്പോഴേക്കും അങ്ങനെ ACPയുടെ മുമ്പിൽ വെച്ചൊരു തീരുമാനം എടുത്തിരുന്നു. ACPയും പോലീസും റെസിഡൻസ് അസോസിയേഷൻ ആൾക്കാർ, നാട്ടുകാരെല്ലാവരും കൂടി ഇവരെ ആൾക്കാരുണ്ടായിരുന്നു. വന്നിരുന്നു, അത് ചെയ്തിരുന്നു. പക്ഷെ അതിനുശേഷം ഇവർ സാവധാനം, പോലീസിനെ എല്ലാ ദിവസവും ഒന്നും കണ്ടടിപ്പിക്കാൻ പറ്റില്ലല്ലോ, പരിമിതികളുണ്ടാവാം, നമുക്കറിയില്ല. പക്ഷേ പോലീസ് ഇടയ്ക്ക് ആദ്യമൊക്കെ നന്നായി വന്നിരുന്നു, അവർ ചെയ്തിരുന്നു. പക്ഷേ അവർ പോലീസ് കടയടപ്പിച്ച് അവരൊന്ന് ലൂസായി, ഞങ്ങളും ഒന്ന് പുറകോട്ടായപ്പോൾ വീണ്ടും ഇത്. അന്ന് പ്രശ്നത്തിൽ ഉൾപ്പെട്ട ആളുകളൊക്കെ കച്ചവടം നിർത്തി പോയില്ലേ? ചിലവർ പോയി, ചിലവർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഉൾപ്പെട്ട ആളുകളാണ് വീണ്ടും അവരുടെ കട കേന്ദ്രീകരിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ അവിടെ കട? അതല്ലേ ഞാൻ പറയാം, വേറെ ആളുകൾ വന്നു. ഒരാൾ പോയി കഴിയുമ്പോൾ വേറെ ആളുകൾ വന്നു. 10:30 തന്നെ കടകൾ അടയ്ക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചെറിയൊരു അയവ് വന്നതോടുകൂടി വീണ്ടും കടകൾ രാത്രി വൈകിയും തുറന്നു പ്രവർത്തിക്കുമെന്നാണ് നാട്ടുകാരുടെ പരാതി.